ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇമ്പോസിബിൾ ഇവന്റ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇമ്പോസിബിൾ ഇവന്റ്. ഇമ്പോസിബിൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദ്യം. ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഇവന്റ് എന്നുള്ളത് മനസ്സിലാക്കണം. ആദ്യം നമ്മളൊരു റാൻഡം എക്സ്പെരിമെന്റ് നടത്തി. എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത എക്സ്പെരിമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയാം. അപ്പോൾ റാൻഡം എക്സ്പെരിമെന്റ് എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നത്, ഡൈ ത്രോ ചെയ്യുന്നത്, ഒരു പാക്കറ്റ് കാർഡിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നത്, അല്ലെ, ഒരു ബാഗിൽ നിന്നൊരു ബോൾ സെലക്ട് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ്, റാൻഡം എക്സ്പെരിമെന്റ് ആണ്. ആ റാൻഡം എക്സ്പെരിമെന്റിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തിയാൽ പോസിബിൾ ആയിട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ ഔട്ട്കംസിനെയും നമ്മൾ ഒരു സെറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സാമ്പിൾ സ്പേസ് എന്ന് പറയുക. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ എച്ചും ടിയും, അല്ലെ, ഹെഡും ടെയിലും. ഡൈ ത്രോ ചെയ്യുന്ന കേസ് ആണെങ്കിൽ അവിടെ 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന 6 നമ്പേഴ്സ് ആയിരിക്കും ഡൈയുടെ മുകളിൽ ഔട്ട്കംസ് ആയിട്ട് വരിക, അല്ലെ. കാർഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്കംസ് അതെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കുന്ന ഈ ഒരു സെറ്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റിന്റെ എന്തെന്ന് പറയുന്നത്, സാമ്പിൾ സ്പേസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ റാൻഡം എക്സ്പെരിമെന്റ് അതിന്റെ സാമ്പിൾ സ്പേസ്. ഇനി ഈ സാമ്പിൾ സ്പേസിലെ കുറച്ച് എലമെന്റുകൾ എടുത്തിട്ട് നമ്മൾ ഒരു സബ്സെറ്റ് ആക്കി എഴുതുകയാണെങ്കിൽ ഇതിനകത്തുള്ള സബ്സെറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു 1, 2, 3, 4, 5, 6 സബ്സെറ്റ് 2, 4, 6 ഇതൊരു സബ്സെറ്റ് ആണ്, അല്ലെ. ബി എന്ന് പറയുന്നത് 1, 2 ഇതൊരു സബ്സെറ്റ് ആണ്. അങ്ങനെ സബ്സെറ്റുകളായിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഇവന്റ്സ് എന്ന് പറയും. അപ്പോൾ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവന്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എ, ബി അങ്ങനെ ഒരുപാട് ഇവന്റുകൾ നമുക്ക് എഴുതാം. സബ്സെറ്റുകളുടെ എണ്ണം നമുക്കറിയാം 2n ആണ് സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയാം. n എന്ന് പറഞ്ഞ എലമെന്റ്സ് ഓഫ് ഈ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഇവിടെ 2⁶ എത്ര എലമെന്റ്സ് ഉണ്ടാവും, 64 എലമെന്റ്സ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 64 ഇവന്റ്സ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും, ഈ ഒരു സാമ്പിൾ സ്പേസിൽ എഴുതാൻ പറ്റും. നമുക്കറിയാവുന്ന കാര്യമാണ് സാമ്പിൾ സ്പേസ്, അതിന്റെ ഇവന്റ്സ്. ഇനി ഒരു ഇവന്റ് എപ്പോഴാണ് ഹാപ്പൻ ചെയ്യുന്നത് നമ്മൾ പറയാം, എപ്പോഴാണ് ഒരു ഇവന്റ് സംഭവിക്കുക എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു ഡൈ ത്രോ ചെയ്തിട്ട് ആ ഡൈയുടെ മുകളിൽ നോക്കിയിട്ട് ഞാൻ പറയുകയാണ് ഇവിടെ എ എന്ന് പറഞ്ഞ ഇവന്റ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കും ഹാപ്പൻ ചെയ്തിട്ടുണ്ടാവുക, എനിക്ക് കിട്ടിയ ഔട്ട്കം 2, 4, 6 ആയിരിക്കണം, അല്ലെ. എനിക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്കം എന്തായിരിക്കണം, 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 ആയിരിക്കണം. അപ്പോൾ ബി ആണ് സംഭവിച്ചോ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് 1 അല്ലെങ്കിൽ 2 ആയിരിക്കണം. അപ്പോൾ ഇതിനകത്തൊരു കാര്യം കൂടി ഉണ്ട്, 2 ആണ് കിട്ടുന്നതെങ്കിൽ എയും ബിയും ഒരേ സമയം നടന്നു എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഒരു ഇവന്റ് സംഭവിക്കുക എന്ന് വെച്ചാൽ അതിൽ ആ എലമെന്റുകൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഔട്ട്കം ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് അർത്ഥം, അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഇവന്റ്, അല്ലെ. ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഇവന്റ്. എന്തുകൊണ്ടാണ് ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഇവന്റ് നമ്മൾ എഴുതേണ്ടി വരുന്നത്, നമ്മൾ പറഞ്ഞു ഇവന്റ്സ് ആർ സബ്സെറ്റ്സ് ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് ഇവന്റ് എന്ന് പറഞ്ഞു. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആയിട്ട് നമുക്ക് ആരെ എടുക്കണം, എം ടി സെറ്റിനെ എടുക്കണം. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആയിട്ട് നമ്മൾ ആരെ എടുക്കും, എം ടി സെറ്റിനെ എടുക്കും. അപ്പോൾ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ആയിട്ട് ആരുണ്ടാവും, എം ടി സെറ്റ്. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത എലമെന്റ് ഒന്നുമില്ലാത്ത സെറ്റിനെയാണ് നമ്മൾ എം ടി സെറ്റ് എന്ന് പറയാം. ആ എം ടി സെറ്റും എവിടെ ഉണ്ടാവും, സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഇവന്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ ഇവന്റിൽ ഒന്നുമില്ല, അല്ല, എം ടി ആണ്, ഒന്നുമില്ല, ആൾക്കാരും ഇല്ല, എലമെന്റ്സ് ഒന്നുമില്ല. അപ്പോൾ ആ ഇവന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, എം ടി സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുക. ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഇവന്റ് എന്ന് പറയുക. ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത് ആരെ തന്നെയാണ്, നൾ സെറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ ഈ നൾ സെറ്റിന്റെ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക, പി ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് n/a/n(s) എന്നാണ്, അല്ലെ. n/a/n(s) എന്നാണ് എഴുതുക. അപ്പോൾ ഇവിടെ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ പി ഓഫ് നൾ സെറ്റ്, അല്ലെ. നൾ സെറ്റിൽ എലമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് n(a) അല്ലെങ്കിൽ n ഓഫ് നൾ സെറ്റ് n(5) ഡിവൈഡഡ് ബൈ n(s) നമ്മൾ എഴുതും. n(5) എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്, അതിൽ എലമെന്റ്സ് ഒന്നുമില്ല, ഡിവൈഡഡ് ബൈ n(s). അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് ആണ് എന്ത് വരിക, 0 എന്ന് വരിക, അല്ലെ. അപ്പോൾ ഇമ്പോസിബിൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്താണ്, 0 ആണ്. ഇമ്പോസിബിൾ ഇവന്റ് ഏതാണ്, നൾ സെറ്റ് ആണ്, എം ടി സെറ്റ് ആണ് ഇമ്പോസിബിൾ ഇവന്റ്. അതിന്റെ പ്രോബബിലിറ്റി ആണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചോളൂ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, ഇമ്പോസിബിൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് വൺസ്. ഒരു കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്തു. ഇഫ് എ ഹെഡ് കംസ് അപ്പ്, ഹെഡ് വരുവാണെങ്കിൽ then it is tossed again, അത് ഒരു പ്രാവശ്യം കൂടെ ടോസ് ചെയ്യും. ഇഫ് എ ടെയിൽ കംസ് അപ്പ്, എ ഡൈ ഈസ് ത്രോൺ. ഒരു ടെയിൽ ആണ് കിട്ടുന്നതെങ്കിൽ ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യും.
then the number of points in the sample space of the experiment, അതായത് number of outcomes, number of results, number of points എന്ന് ഉദ്ദേശിക്കുന്ന സാമ്പിൾ പോയിന്റ്സ് എന്നുള്ള മീനിങ്ങിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സാമ്പിൾ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടുകൾ, എലമെന്റുകൾ അല്ലെ, സാമ്പിൾ സ്പേസിലെ എലമെന്റ്സിന്റെ എണ്ണം എത്രയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെന്റ് എന്താണെന്ന് നോക്കൂ നിങ്ങൾ. സാമ്പിൾ സ്പേസ് നമുക്ക് എഴുതി തുടങ്ങാം. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് ഹെഡ് ആണ് കിട്ടുന്നതെങ്കിൽ ഒരു കോയിൻ എഗെയിൻ നമ്മൾ ടോസ് ചെയ്യും. അപ്പോൾ ഒരു കോയിൻ ഒരു പ്രാവശ്യം കൂടെ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. അപ്പോൾ ഹെഡ് എന്ന് പറയുന്ന ആദ്യത്തെ ഔട്ട്കമ്മിന് കൂടെ നമ്മൾ ടോസ് ചെയ്യുന്നത് കോയിൻ തന്നെ ആയതുകൊണ്ട് പിന്നെയും ഒരു ഹെഡിന് പോസിബിലിറ്റി ഉണ്ട്, ഒരു ടെയിലിന് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹെഡിന്റെ 2 പോസിബിലിറ്റീസ് അവിടെ തീർന്നു. ഇനി നമുക്ക് കിട്ടുന്നത് ഒരു ടെയിൽ ആണെങ്കിൽ, ഇഫ് എ ടെയിൽ കംസ് അപ്പ്, ഒരു ടെയിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ടെയിലാണ് ആദ്യത്തെ ടോസിൽ കിട്ടുന്നതെങ്കിൽ എ ഡൈ ഈസ് ത്രോൺ, ഒരു ഡൈ ആണ് നമ്മൾ ത്രോ ചെയ്യുന്നത്. ഡൈയുടെ മുകളിൽ 1 വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ, ഡൈയുടെ മുകളിൽ 2 വരാനുള്ള ചാൻസ് ഉണ്ട്, ഡൈയുടെ മുകളിൽ 3 വരാനുള്ള ചാൻസ് ഉണ്ട്, 4 വരാം, 5 വരാം, 6 വരാം അല്ലേ. ഇത്രയും ഔട്ട്കംസ് ആണ് നമുക്ക് അവിടെ കിട്ടാൻ പോസിബിലിറ്റികൾ. ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ടെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ എന്താ ചെയ്യുന്നത്? ഒരു ഡൈ ത്രോ ചെയ്യാണ്. ഡൈ എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, ചതുരക്കട്ട അല്ലെ, 6 ഫേസുള്ള ചതുരക്കട്ടയാണ്. അതിൻ്റെ മുകളിലുള്ള നമ്പേഴ്സ് 1, 2, 3, 4, 5, 6. അപ്പോൾ ടെയിൽ 1, ടെയിൽ 2, ടെയിൽ 3, ടെയിൽ 4, ടെയിൽ 5, ടെയിൽ 6 എന്ന് പറയുന്ന പോസിബിലിറ്റീസ് ആണുള്ളത് അല്ലേ. അപ്പോൾ സാമ്പിൾ സ്പേസിലെ എലമെന്റ്സിന്റെ എണ്ണം നോക്കൂ. അതാണ് സാമ്പിൾ പോയിന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ. 8 എലമെന്റ്സ് ആണ് സാമ്പിൾ സ്പേസിലുള്ളത്. നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? 8 ആണ് അല്ലേ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇസ് 8. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. നോക്കാം. 2 events A and B have probabilities 0.25, 0.5 respectively. The probability of both A and B occur simultaneously is 0.14. Then the probability that neither A nor B occur is. എന്താണ് ചോദ്യം എന്ന് കൃത്യമായിട്ടും വായിച്ചു നോക്കാം. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതി വെക്കാം. പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് എ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.25 ആണ് അല്ലേ. 0.25 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ബി നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 0.5 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് എ ആൻഡ് ബി. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി അറിയാലോ എല്ലാവർക്കും, ഇന്റർസെക്ഷൻ ആണ്. അതിവിടെ നമുക്ക് 0.14 ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് നൈദർ എ നോർ ബി. നമ്മൾ എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? നൈദർ എ നോർ ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എയും വേണ്ട ബിയും വേണ്ട എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്? നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. ശരിയല്ലേ? കോംപ്ലിമെന്റ് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാൻ പറ്റും. ഇനി എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി നമ്മൾ എന്ത് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം? അഡീഷൻ തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ എന്താണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാ? 0.25 പ്ലസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.5 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.14 അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 0.75 മൈനസ് 0.14 എത്ര കിട്ടും? 0.61 കിട്ടും. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ബ്രാക്കറ്റ് ഇടുമ്പോൾ ഒന്നിച്ചിടാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ത് വരും? 0.61 എന്ന് വരും. ആൻസർ എന്താ കിട്ടുക? 0.39 അല്ലേ. അപ്പൊ നൈദർ എ നോർ ബി, പ്രോബബിലിറ്റി ഓഫ് നൈദർ എ നോർ ബി എന്ന് പറഞ്ഞാൽ 0.39 ആണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇഫ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് 1/2, probability of A complement intersection B complement is 1/3. probability of A എന്ന് പറയുന്നത് P ആണ്. probability of B എന്ന് പറയുന്നത് 2P ആണ്. P എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അവിടെ then the value of P ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. P ന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി ഉണ്ട്. നമുക്ക് അഡീഷൻ തിയറം അറിയാലോ.
അതെന്താണ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് അല്ലേ. അതെന്താണ് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് അഡീഷൻ തിയറം. ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് എ യൂണിയൻ ബി തരുന്നതിന് പകരം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ഡി മോർഗൻസ് ലോ അപ്ലൈ ആണെങ്കിൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാം അല്ലെ. എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നതിന് പകരം അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇവിടെ കോംപ്ലിമെന്റ് ആയതുകൊണ്ട് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് നമുക്ക് എഴുതുകയും ചെയ്യാം അല്ലെ. നമ്മുടെ കയ്യിലുള്ളത് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ കിട്ടുക നമുക്ക് നോക്കൂ 1/3 അല്ലെ. 1/3 ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇതിനെ പുറത്തോട്ടും ഈ 1/3 ഇങ്ങോട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി നമുക്ക് എന്ത് കിട്ടും 1 മൈനസ് 1/3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 എന്ന് വരും അല്ലെ. അപ്പൊ ഇനി അഡീഷൻ തിയറത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ വാല്യൂസും കിട്ടിയല്ലോ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഈ അഡീഷൻ തിയറത്തിനകത്ത് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബിക്ക് പകരം 2/3 കൊടുക്കാം. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ആണ് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നതിന് പകരം പി ആണ് നമ്മൾ കൊടുക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് ബിക്ക് പകരം നമ്മൾ 2p ആണ് കൊടുക്കുന്നത്. മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് 1/2. ഇവിടെ ഇതിനെ പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്ത് വരും 2/3 പ്ലസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3p എന്ന് വരും അല്ലെ. നോക്കൂ എന്താണ് 2/3 പ്ലസ് 1/2 എന്ന് പറഞ്ഞത് ക്രോസ് ചെയ്യുക 4 പ്ലസ് 3/6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3p അല്ലെ. അപ്പോൾ 4 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7/6 ഈക്വൽ ടു 3p എന്ന് നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഇതിന് p കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ p ഈക്വൽ ടു 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ p ഈക്വൽ ടു 7/6 ഇൻറ്റു 3 18 എന്ന് വരും. അപ്പോൾ പിന്റെ വാല്യൂ എന്താണ് 7/18 ആണ്. അത് നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ എയിൽ തന്നിട്ടുണ്ട്. ഐഡിയ കിട്ടിയോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡി മോർഗൻസ് ലോ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോംപ്ലിമെന്റ് പ്രോബിലിറ്റി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഉപയോഗിക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഡി മോർഗൻസ് ലോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോബിലിറ്റി കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് സച്ച് ദാറ്റ് പി ഓഫ് എ ഈസ് 1/2 ആൻഡ് പി ഓഫ് ബി ഈസ് 1/5, ദെൻ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണ് എന്നാണ് ചോദ്യം. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് എന്ന് തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക നിങ്ങൾ, പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അഡീഷൻ തിയറം ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാം? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ഇനി രണ്ട് ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി അറിയാൻ പറ്റും. പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി, രണ്ട് ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് എന്തറിയാം? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണെന്ന് അറിയാം അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നതാണത്. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 പ്ലസ് 1/5 മൈനസ് 1/2 ഇൻറ്റു 1/5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 5 പ്ലസ് 2/10 മൈനസ് 1/10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 7 മൈനസ് 1 6/10 വരും. 6/10 is 3/5. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയതുകൊണ്ട് പ്രോബിലിറ്റി ഇവിടെ എന്താണ് വരുന്നത്? 3/5 ആയിട്ടാണ് നമുക്ക് കിട്ടുക.